ഷിഗല്ല സാധാരണ ഒരു വയറിളക്ക രോഗമല്ല. അത് ഡിസെൻട്രി അല്ലെങ്കിൽ അതിസാരം ഉണ്ടാക്കുന്ന, ഒരുപക്ഷെ ചില സമയത്തെങ്കിലും മലത്തിലൂടെ രക്തമൊക്കെ പോകുന്ന രീതിയിലുള്ള, ചില സമയത്തൊക്കെ തലച്ചോറിനെ ബാധിക്കുകയും ഈ കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആൾ അപകടപ്പെടുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ഷിഗല്ല. സത്യത്തിൽ രാവിലെ പല്ല് തേക്കുക എന്നുള്ളതും രാവിലെ കുളിക്കുക എന്നുള്ളതിനേക്കാൾ വളരെ പ്രാധാന്യമുള്ള ശീലമാണ് കഴിയുന്നത് എപ്പോഴും കൈ കഴുകുക എന്നുള്ളത്. കൈ കഴുകുക എന്നുള്ള ശീലം കുളിയേക്കാൾ പ്രാധാന്യമാണ്. കാരണം മനുഷ്യൻ്റെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഒരാൾക്ക് രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ കയ്യിൽ നിന്നും രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് 2 ദിവസം കഴിഞ്ഞ് ഹെപ്പറ്റൈറ്റിസ് എ വരാനിരിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ, ഞാൻ ഇന്ന് കക്കൂസിൽ പോകുമ്പോൾ ഞാൻ വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കൈ മലിനമായിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് ആ കൈ വൃത്തിയാക്കുന്നൊരു സ്വഭാവം എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ, ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ബാക്ടീരിയ ഉണ്ടാകും. ഒരുപക്ഷെ ഞാൻ എവിടെയെങ്കിലും പിടിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭക്ഷണം എടുത്ത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് മറ്റൊരാളിലേക്ക് എത്തും. കൈകളുടെ ശുചിത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെള്ളം കുടിക്കുന്ന സമയത്ത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബിഹേവിയർ അതനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് കോവിഡ്-19 വളരെയധികം വ്യാപിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു സാമൂഹികമായിട്ടുള്ള ഒത്തുകൂടലുകൾ കഴിയുന്നതും കുറയ്ക്കുക എന്നുള്ളത്. ജലജന്യ രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കഴിയുന്നതും ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക. കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് കൃത്യമായിട്ട് വിശ്വാസമുള്ള ഹോട്ടലുകളിൽ പോയി നല്ല വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് നമുക്ക് ഉറപ്പുള്ള ഹോട്ടലിൽ പോയി മാത്രം ഭക്ഷണം കഴിക്കുക. ആ ഹോട്ടലിലെ വെയിറ്റർ കൃത്യമായിട്ട് കയ്യുറകളോ കാര്യങ്ങളോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതും നേരിട്ട് ഇപ്പോൾ ഒരു ഭക്ഷണ സാധനം കൈകൊണ്ട് നേരിട്ടെടുത്ത് തരുന്ന ഒരു കൾച്ചർ ഒരു കാരണവശാലും ഹോട്ടലുകളിൽ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 ബാക്ടീരിയ വിചാരിച്ചാൽ പോലും ഒരാൾക്ക് രോഗം ഉണ്ടാകുന്ന തരത്തിലുള്ള രോഗമാണ് ഷിഗല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഷിഗല്ല മാത്രമല്ല, ഹെപ്പറ്റൈറ്റിസ് എയും ഒക്കെ മനുഷ്യൻ്റെ കയ്യിലൂടെ, ഭക്ഷണത്തിലൂടെ, വെള്ളത്തിലൂടെ നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനിയുള്ള മാസങ്ങളിൽ അത് വർദ്ധിച്ചു വരാനുള്ള സാധ്യതയും കൂടുതലാണ്. രോഗമുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും അവർ രോഗിയാണെന്ന് അറിയുന്നില്ല. ചെറിയ ഒരു വയറിളക്കമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അവർ മറ്റുള്ളവർക്ക് രോഗം കൊടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതും, അതിന് മലത്തിലൂടെയോ വെള്ളത്തിലൂടെയോ തന്നെ രോഗം പകരേണ്ടതില്ല, ആളുകളുടെ കയ്യിലൂടെ. ഇപ്പോൾ നമ്മൾ രാവിലെ കക്കൂസി പോയി കൈ വെച്ചിട്ട് നമ്മൾ വൃത്തിയാക്കുകയാണെങ്കിൽ പിന്നീട് കൈ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകിയില്ലെങ്കിൽ ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്.